കൈലാസഗോപുരം. രചന മിത്രാബിന്ദ. അവതരണം സാലിം കരുളായി. ഓഫീസിലെത്തിയപാടെ കാശി അച്ഛനെയും കൂട്ടിക്കൊണ്ട് പ്രൈവറ്റ് റൂമിലേക്ക് പോയി. അയാൾ കുറച്ചേറെ നേരം അവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞ് മൂർത്തിയാണെങ്കിൽ മകനെ ചേർത്ത് പിടിച്ചു. സത്യം പറയാലോ മോനെ, എനിക്കാകെ വിഷമായി നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത്. ആ ജാനകിയാണെങ്കിൽ എത്രയോ കാലമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ്. എന്നിട്ട് സുഗന്ധി പോലും മാളുവിൻ്റെ പക്ഷം ചേർന്ന് നിന്ന് ഒരിക്കലും ഞാൻ തെറ്റിനെ ന്യായീകരിക്കാൻ സമ്മതിക്കില്ല. അതാരാണെങ്കിൽ പോലും. അതാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച പാഠം. പക്ഷെ ഇന്ന് ഞാൻ നിസ്സഹനായിരുന്നു. കാരണം മറുപക്ഷത്തെ എൻ്റെ മരുമകൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് രീതിയിലാവും എന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ പേടി. സത്യത്തിൽ ഞാൻ ആ നിമിഷം ഓർത്തത് എൻ്റെ കൈലാസമോനെ മാത്രമാണ്, അവൻ്റെ ലൈഫ്. അപ്പോൾ പോലും ഞാനൊരു സ്വാതന്ത്ര്യമുള്ള പിതാവായി മാറി. എങ്കിലും ഈ ജാനകിയുടെ മുഖം ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമാണ് മോനെ. അവരോട് പോയി മാപ്പ് പറഞ്ഞ ശേഷമായിരുന്നു എനിക്ക് സമാധാനമായത്. സാരല്ല ചാ, പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. ഞാനെന്തായാലും ജാനകി ചേച്ചിയെ ഞങ്ങളോടൊപ്പം കൂട്ടാൻ തന്നെ തീരുമാനിച്ചു. പാർവിനും അതൊരു ഹെൽപ്പാകും. വളരെ നല്ല തീരുമാനമാണ് മോനെ. പാർവിൻ്റെ ഒപ്പാകുമ്പോൾ ജാനകിക്ക് സന്തോഷത്തോടു കൂടി കഴിയാം. നിന്റെ അമ്മയെ എഴുതി പുതിയ സർവൻറ്റിനെ കിട്ടുന്നതുവരെയെങ്കിലും ഇത്തിരി കഷ്ടപ്പെടട്ടെ. അതെങ്ങനെ പണത്തിൻ്റെ മീതെ കിടന്നുറങ്ങുന്ന അവർക്കുണ്ടോ ഇതുപോലൊന്നും അറിയുന്നു? എന്തായാലും നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് പാറുമോളെയും കൂടി വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പോയി മേടിച്ചോട്ടോ. ശരി അച്ഛാ, എനിക്കിതിരി ധൃതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. പാറുവാണെങ്കിൽ ആ സമയത്ത് ടീനുവരോടും ഇതിനോടൊക്കെ ചോദിച്ചുകൊണ്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അവരോടൊക്കെ ഇടപഴകി നിൽക്കുമ്പോൾ അവൾ തൻ്റെ വിഷമങ്ങളൊക്കെ മറന്നുപോയി. പാറു, എന്നാൽ നമുക്ക് ഇറങ്ങിയാലും ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാട്ടോ. കാശി പറയുമ്പോൾ അവൾ തൻ്റെ ബാഗെടുത്ത് തോളിൽ തൂക്കുകയായിരുന്നു. അച്ഛനെവിടെ? അച്ഛൻ വൈകുന്നേരത്തോടെ വരത്തുള്ളൂ. ലക്ഷ്മി പൂജയുടെ നേരത്ത് നമുക്കിപ്പോൾ ജസ്റ്റ് ഫ്ലാറ്റിലേക്കൊന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും അവിടേക്ക് വാങ്ങാനുണ്ടേട്ടാ? വണ്ടിയിലിരിക്കുമ്പോൾ അവൾ കാശിയെ നോക്കി ചോദിച്ചു. നോ, ഫുള്ളി ഫർണിച്ചർഡാണ്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവിടെ ചെന്ന് ചെക്ക് ചെയ്യാം. അവൻ നഗരത്തിൽ തന്നെ മുന്തിയ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലായി കൊണ്ട് ചെന്ന് വാഹനം പാർക്ക് ചെയ്തു. ശേഷം പാറുവിനെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. ഓരോ ഐസ്ക്രീമായിരുന്നു കാശി ആദ്യം ഓർഡർ ചെയ്തത്. അത് കിടന്ന് തൻ്റെ മുന്നിൽ ചുണ്ടു കൂർപ്പിച്ചിരിക്കുന്നവളെ അവൻ ഗൗരവത്തിൽ നോക്കി. എന്താണെന്ന് പാവത്തിൽ അപ്പോഴേക്കും ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച് കാണിച്ചു പാർവതി. ഫ്രൈഡ് റൈസും മഷ്റൂം മസാലയുമായിരുന്നു ഇരുവരും ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് ഐസ്ക്രീമും കൂടി ആയപ്പോഴേക്കും പാറുവിന് വയറാകെ നിറഞ്ഞു. എനിക്കിനി എവിടെയെങ്കിലും ഒന്ന് കിടന്ന് സ്വസ്ഥായി ഉറങ്ങിയാൽ മതി. അവൾ കാശിനാഥനോട് പെറുപെടുത്തുകൊണ്ട് കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. കാറിലേക്ക് വന്ന് കയറി അല്പം കഴിഞ്ഞതും അവളൊരു പൂജകുഞ്ഞിനെ പോലെ സീറ്റ് അല്പം പിന്നിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പതുങ്ങി കിടന്നുറങ്ങി. ഇടക്കൊക്കെ കാശിയുടെ നോട്ടം അവളിലേക്ക് പാളിപ്പോകുന്നുണ്ട്. എന്തൊരു ഐശ്വര്യമാണ് പെണ്ണെ നിന്നെ കാണാൻ. എൻ്റെ കണ്ണുകൾ മുഴുവൻ കളയാൻ പാകത്തിലുള്ള അവളുടെ ഒരു കിടപ്പേ. തന്നെത്താനെ പറഞ്ഞുകൊണ്ട് എടുത്ത് കൈകൊണ്ട് അവളുടെ മാറിൽ നിന്ന് തന്നെ ഷോളെടുത്ത് നേരെയിട്ടു. പെട്ടെന്നാണ് അവൾ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റത്. ഓ, ഇവൾക്ക് ഇത്രയും ഉറക്കുമ്പോതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം ഒന്നിനൊന്ന് അധോഗതിയാവുമല്ലോ. മനസ്സിലോർത്തുകൊണ്ട് അവൻ ഏറെ കണ്ടിട്ട് പാർവിനെ നോക്കി. അവളപ്പോഴേക്ക് ഷോളെടുത്ത് നിവർത്തി മാറിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ എത്ര ദിവസം കൂടി മൂടി വെക്കുമ്പോണ്ടേ, എല്ലാം ഈ സേറിനെ കാണാൻ വേണ്ടിയുള്ളതല്ലേ? ഒരു കള്ളച്ചിരിയോട് ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചു പോയി. സുഭാഷ് നഗറിലെ ഗോൾഡൻ പെറ്റൽസ് എന്ന ലക്ഷറി അപ്പാർട്ട്മെൻറ്റിന് മുന്നിലായിരുന്നു കാശിയുടെ കാറ് പോയി നിന്നത്. അവർ രണ്ടാളും ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഓടി വന്നു അവനോട് കാറിൻ്റെ കീ മേടിച്ചു. വളരെയധികം പച്ചപ്പ് നിറഞ്ഞ കേരളീയ തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള വിശാലമായൊരു കോമ്പൗണ്ടായിരുന്നു അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വശത്തായി നിറയെ താമരപ്പൂക്കൾ നിറഞ്ഞ കുളവും അതിൻ്റെ ഓരത്തായി കുറച്ച് ശില്പങ്ങളും ഒക്കെയുണ്ട്. അവിടെ നിന്ന് മാറിയാണ് പ്ലേ ഏരിയ ഉള്ളത്. റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് ഇരുവരും കയറി ചെന്നപ്പോൾ അതിസുന്ദരമായ രണ്ട് പെൺകുട്ടികളായിരുന്നു വന്നവരെ വെൽക്കം ചെയ്തത്. ചുണ്ടൻ വള്ളങ്ങളും കഥകളിയും കേരളീയ വൃക്ഷങ്ങളും എന്നു വേണ്ട തനതായ രീതിയിലാണ് അവിടെയെല്ലാം തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാറു അതെല്ലാം നോക്കിക്കണ്ടു. അവൾക്കാണെങ്കിൽ അവിടെ മകൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. സാർ, പോയാലോ? ഒരു പെൺകുട്ടി വന്ന് അനുവാദം ചോദിച്ചപ്പോൾ കാശിയും പാറുവും അവളുടെ ഒപ്പം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. 14ാമത്തെ ഫ്ലോറിൽ ചെന്ന് കാശിയും പാറുവും ലിഫ്റ്റ് ഇറങ്ങി. കൂടെ വന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരു ചെറിയ ചുണ്ടൻ വെള്ളത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ട്രേ ആണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അത് അവളും പാറുവിന് നേരെ നീട്ടി. മാം, കീ. അവൾ പറഞ്ഞു. പാറു പെടുന്ന കാശിയെ നോക്കിയതും അവൻ മെല്ലെ തലകുലുക്കി കാണിച്ചു. അങ്ങനെ ഡോറിൻ്റെ ലോക്ക് മാറ്റിയ ശേഷം ഇരുവരും അകത്തേക്ക് കയറി. സാർ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾക്കൊരു മിസ്ഡ് കോൾ തന്നാൽ മതി. സാറിന് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ നിന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ വന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയിരുന്നു. പാറപ്പുഴയ്ക്ക് ചുറ്റും നോക്കുകയായിരുന്നു. എല്ലാത്തിനും വൈറ്റ് രച്ചാണുള്ളതെന്ന് നമുക്ക് തോന്നി. ചുവരുകൾക്കും ഫ്ലോറിനും കാർട്ടനുമൊക്കെ തൂവെള്ള നിറമാണുള്ളത്. ആദ്യം വിസിറ്റിംഗ് ഏരിയ ആയിരുന്നു. അവിടെ ക്രമീകരിച്ചിരിക്കുന്ന സെറ്റിയും കസേരയും കുഷനും എല്ലാം തൂവെള്ളയും ഗോൾഡനും നിറത്തോട് കൂടിയായിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു പാസേജ് ഇട്ടുകൊണ്ട് ലിവിങ് ഏരിയ തിരിച്ചിട്ടുണ്ട്. അവിടെ ടി വിയും മറ്റും വെച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും ഒരു ഭാഗത്ത് അല്പം മാറി ഒരു പ്രൈവറ്റ് സ്പേസിലായിട്ട് പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് കൊടുത്തുകൊണ്ട് ഇപ്പുറത്തെ വശത്തായി ഒരു ചെറിയ ലൈബ്രറിയാണുള്ളത്. അവിടെ നിന്നും വീണ്ടും ഒരു പാസേജ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. അതിനകത്തായി വലിയൊരു കട്ടിലും പിന്നെ വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇനി ബെഡ്റൂം ഉള്ളത് അപ്പുറത്തെ വശത്താണ് പാറവും. കാശിയുടെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ടൊരു പുഞ്ചിരിയോട് കൂടി അവൻ്റെ പിന്നാലെ നടന്നു. 3 ബാക്കാണ് കേട്ടോ. നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള ഒരു ബെഡ്റൂമായിരുന്നത്. എന്നാൽ അല്പം കൂടി വലിപ്പമുണ്ടെന്ന് പാറുവിന് തോന്നി. ഇഷ്ടായോ? അവളെല്ലാം നോക്കി കാണുന്നത് കണ്ട് കാശി അവളോട് മെല്ലെ ചോദിച്ചു. സൂപ്പറായിട്ടുണ്ട് ഏട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എങ്കിൽ പിന്നെ നമ്മുടെ ബെഡ്റൂം കൂടി ഇത് കണ്ടാലോ? ഞാൻ കേട്ടത് ഇതാ നമ്മുടെ ബെഡ്റൂം എന്നായിരുന്നു. അല്ലടോ, മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്താണ്. കാശിയുടെ പിന്നാലെ അടുത്ത റൂമിലേക്ക് പോയവളെ അവൻ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. ഐശ്വര്യമായിട്ട് ഈ ഡോറൊന്ന് തുറക്കുമായി വൈഫി. അവൻ പറയുന്നത് കേട്ട് പാറ ചിരിച്ചു. എന്നിട്ട് അവൻ്റെ വലങ്കൈ കൂടി അവൾ എടുത്ത് തൻ്റെ കയ്യിലേക്ക് ചേർത്തു. ഇരുവരും കൂടിയായിരുന്നു അവരുടെ റൂമിൻ്റെ ലോക്ക് മാറ്റി അകത്തേക്ക് കയറിയത്. വാവ്, സൂപ്പർ! അവളൊരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി. അത്രയ്ക്ക് മനോഹരമായി ഫർണിഷ് ചെയ്തൊരു ലക്ഷറി റൂമായിരുന്നത്. ചുവരിൻ്റെ ഒരു വശത്തായി മുഴുവൻ ആഡംബര രീതിയിലുള്ള വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. പഴമയുടെ നവീന ആവിഷ്കാരം എന്ന് പറയും പോലെയായിരുന്നു അവിടെ കിടന്ന കട്ടിലും കസേരയും ഒക്കെ. ഓരോ കരകൗശല വസ്തുക്കളും ഒക്കെ. വൈറ്റ് നിറമാണ് അവിടെ കർട്ടനുകൾക്കൊക്കെ. അതുകൊണ്ട് ഭയങ്കര ശാന്തമായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ റൂമിനുള്ളത്. അതിനുശേഷം ഡ്രസ്സിംഗ് റൂമാണുള്ളത്. അവിടെ നിന്ന് ചെറിയ സ്പേസ് ഇട്ടിരിക്കുകയാണ് മറ്റൊരു റൂമിലേക്ക്. അതിൻ്റെ അപ്പുറത്തായാണ് വാഷ്റൂം. അത് തുറന്നതും പാറവും ഞെട്ടി. എന്നിട്ട് കാശിയെ പാളി നോക്കി. പക്ഷെ അവരൊന്നും കാണാത്ത മട്ടിൽ നിന്നു. കാരണം വാഷ്റൂമിൻ്റെ ഒരു വശത്തായി വിശാലമായൊരു ബാത്ടബ് ഉണ്ടായിരുന്നു. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പാറു വരെ നോക്കുമെന്ന് നീരിറക്കി. പാറു, നിന്നൊരു കാര്യം മാത്രം ഞാൻ കാണിച്ചിരുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് കാശി അവളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് തന്നെ തിരികെ പോയി. ബാൽക്കണിയാവുമെന്ന് പാറു ഊഹിച്ചു. താങ്കളുടെ കട്ടിലിൻ്റെ വലതുവശത്തെ ചുവരിൽ ഒരു ഭാഗം മുഴുവൻ കാർട്ടനിൽ മറച്ചിരിക്കുകയാണ്. കാശിയാണെങ്കിൽ പാറുവിനെയും കൂട്ടി ആ കാർട്ടൻ്റെ അടുത്തേക്ക് പോയി. അവളെ ഞെട്ടിച്ചുകൊണ്ട് കാശി ഒരു വശത്തെ കാർട്ടൻ വകഞ്ഞ് മാറ്റിയപ്പോൾ കണ്ടത് അതിസുന്ദരമായി ഒഴുകുന്ന കായലായിരുന്നു. ആ നിമിഷം പാർവതിക്ക് ഭയങ്കര പീസാഫുള്ളായിട്ടാണ് തോന്നിയത്. ഓ നോ, ഒന്നും പറയാനില്ലേട്ടാ, അവളവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. തങ്ങളുടെ പുതിയ ഫ്ലാറ്റൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം കാശിയാണെങ്കിൽ പാർവതിയും കൂട്ടി വീട്ടിലേക്ക് പോന്നിരുന്നു. വൈകുന്നേരം ലക്ഷ്മി പൂജയുണ്ട്. അതിനു മുന്നേ റെഡിയായി വീണ്ടും ഇവിടേക്ക് വരണം. അതുകൊണ്ടായിരുന്നു തിടുക്കത്തിൽ പോകുന്നത് പോലും. പാറുവാണെങ്കിൽ ഫ്ലാറ്റിനെ കുറിച്ച് വാതോരാതെ വർണ്ണിക്കുകയാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് കാശിക്ക് മനസ്സിലായി. അതെ, തനിക്ക് വേണ്ടത് ഇവളുടെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ്. അവൻ പുഞ്ചിരിച്ചു. ആരാണ് അവൻ വന്നത്? ഏടത്തിൻ്റെ വീട്ടുകാരൻ മറ്റാണോ ഇനി? മുറ്റത്ത് അപരിചിതമായ ഒരു വാഹനം കിടക്കുന്നത് കണ്ടപ്പോൾ കാശിക്ക് സംശയം തോന്നി. പാർക്കിംഗ് ഏരിയയിലേക്ക് തങ്ങളുടെ ഇന്നോവ കയറ്റിയിട്ട ശേഷം കാശി തെറ്റിച്ച് വിളിച്ചുകൊണ്ട് ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഒപ്പം പാറവും ശിവദാസങ്ങളും പിന്നാലെ ആൻറ്റിയും കൂടെ അകത്തു നിന്ന് ഇറങ്ങി വന്നതും അവളൊരു മാരപ്പാവ കണക്കിയ കാശിയുടെ പിന്നാലെ സീറ്റൗട്ടിലേക്ക് കയറി ചെന്നു. പാറവും അങ്കിള് വിളിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു. അവസാനമായിട്ട് തങ്ങളെല്ലാവരെയും കാണുവാൻ വന്ന നിമിഷമായിരുന്നു അവൾ ഓർത്തത്. ഒന്ന് സഹായിക്കുവാൻ ശ്രമിച്ചതായിരുന്നു തൻ്റെ പാവച്ചൻ. ഒടുവിൽ ഒന്നും മിണ്ടാതെ പാറു അവരെ തുറിച്ചു നോക്കി. കലങ്ങിയ മിഴികൾ കാഴ്ച മറക്കുകയാണ്. എവിടെയെങ്കിലും വീണു പോകുമെന്ന് ഭയന്നുകൊണ്ട് അവൾ കാശിയെ വേഗം പിടിച്ചു. ഹലോ കാശിനാഥൻ, എൻ്റെ പേര് ശിവദാസൻ മേനോൻ. ഇതെൻ്റെ വൈഫ് ഗീത. ഞങ്ങൾ പാർവതിയെ അറിയും. പാർവതിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വരും, അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരകത്തേക്ക് ക്ഷണിച്ചു. അവിടെ ഇപ്പോൾ ജാനകി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി, എല്ലാവരും എവിടെ പോയി? അമ്മയില്ലേ ഇവിടെ? അതിഥികൾക്ക് കുടിക്കുവാനുള്ള ജ്യൂസുമായിട്ട് ഇറങ്ങി വന്നതായിരുന്നു ചേച്ചി. അപ്പോഴാണ് കാശിയെ കണ്ടത്. സുഗന്ധി കുഞ്ഞ് ആരെയോ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാ, ഇപ്പം എത്തും. മാളുമോളും കൈലാസമോനും കൂടി പുറത്തേക്ക് പോയതായിരുന്നു മോനെ. ഒന്ന് മൂളിയ ശേഷം അവനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ട്രേ മേടിച്ചുകൊണ്ട് ശിവദാസന്റെ രേഖയുടെയും നേർക്ക് നീട്ടി. പാർവനെ പിടിച്ച് രേഖ തൻ്റെ അരികത്തായി ഇരുത്തി. എൻ്റെ പൊന്നുമോളോട് എന്താ പറയേണ്ടത് പോലും അറിയാതെ വിഷമിച്ചിരിക്കാൻ ഞങ്ങൾ. സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതല്ല മോളെ. ഈശ്വരനാണ് സത്യം. ഞങ്ങൾക്ക് ഇങ്ങനൊരു വിധി വന്നുപോയി. അതുകൊണ്ട് മാത്രം ഇന്ന് ഈ നിലയിൽ കാര്യങ്ങൾ എത്തിയത്. നിന്നോട് ക്ഷമ പറയാൻ പോലുള്ള അർഹതയില്ല ഞങ്ങൾക്ക്.
വിങ്ങി പൊട്ടിക്കൊണ്ട് രേഖ പറഞ്ഞു. പാറുവാണെങ്കിൽ അനങ്ങാതിരിക്കുകയാണ്. രേഖ പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചുകൊണ്ടാണ് കാശി നിൽക്കും. ആ സമയത്താണ് സുഗന്ധി എത്തിച്ചേർന്നത്. ശിവദാസനും രേഖയ്ക്ക് പാറുവിൻ്റെ ഫാമിലി ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കാശിയായി നമ്മെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അവരിരുവരും ഇരുപടത്തിൽ നിന്നും എഴുന്നേറ്റ് കൈകൾ കൂപ്പി തൊഴുതു. വളരെ പ്രൗഢിയോടുകൂടി നിന്ന രേഖയെ കണ്ടതും സുഗന്ധി ഒന്ന് പുഞ്ചിരി തൂകി. ഇരിക്കിട്ടോ, ഇരുന്ന് സംസാരിക്കാം. ഞാനേ ഒന്ന് ക്ലബ്ബ് വരെ പോയതായിരുന്നു, ചെറിയൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സുഗന്ധിയും അവരോടൊപ്പം ഇരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പാർവതിയെ കണ്ണിന് കാണത്തില്ലെങ്കിലും അവളുടെ വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ താൻ നല്ലൊരു അമ്മായിമ്മയാണെന്ന് വേണ്ടി പറയിപ്പിക്കാൻ അതുകൊണ്ട് സുഗന്ധി വളരെ താല്പര്യപൂർവ്വം അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കാശിനാഥൻ്റെ വീട്ടുകാർക്കൊന്നും തങ്ങളും പാർവതിയുടെ അച്ഛനുമായിട്ട് നടന്ന ഇടപാടുകൾ അറിയില്ലെന്നുള്ളത് അവർക്ക് വ്യക്തമായി. അതുപോലെയായിരുന്നു സുഗന്ധിയുടെ സംസാരം. ആ സമയം കൊണ്ട് കൈലാസും മാളവികയും ഒക്കെ എത്തി. പിന്നാലെ മൂർത്തിയും. എല്ലാവരോടും സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശിവദാസനായിരുന്നു പറഞ്ഞു കേൾപ്പിച്ചത്. അയാൾക്ക് ബിസിനസ്സിൽ നഷ്ടമുണ്ടായതും അതുപോലെ തന്നെ പാറുവിൻ്റെ അച്ഛനോട് സാമ്പത്തിക സഹായം ചോദിച്ചു ചെന്നതും അദ്ദേഹം സഹായിച്ചതൊക്കെ പള്ളിപുള്ളി വിടാതെ ശിവദാസൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒടുവിൽ കാശിയുടെ വിവാഹാലോചന വന്നതും ധൈര്യമായി തന്നെ അത് ഉറപ്പിച്ചു കൊള്ളുവാൻ ശിവദാസന് അവർക്ക് വാക്ക് കൊടുത്തതൊക്കെ പറഞ്ഞപ്പോൾ പാറുവിൻ്റെ ഉള്ളും വെന്തെന്നേറി. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ലെന്നുള്ളത് വ്യക്തമായി അറിയാം. പക്ഷെ പാറുട്ടി, അങ്കിളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി. എന്നാൽ അതിന് പകരമായി അവർ രണ്ടാളും കൂടി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൾ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാ കേൾക്കുന്ന എൻ്റെ ഭഗവാനെ, ഓർക്കാൻ പോലും വയ്യല്ലോ. പാവൻ്റെ പാറുമോള് ഒറ്റക്കെല്ലാം സഹിച്ചൂലേ. മൂർത്തിക്കാളുടെ അവസ്ഥ ഓർത്തപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. ഒരു ശില പോലെ ഇരിക്കുന്ന പാറുവിനെ ഏറെ സങ്കടത്തോടെ എല്ലാവരും നോക്കി. മാളവിക ഒഴുകി. പാറുവിൻ്റെ അച്ഛന് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്ന് കാണുമെന്നും അതുകൊണ്ട് അവൻ ശ്രീധരത്തുക നൽകാതെ ആത്മഹത്യ ചെയ്തെന്നൊക്കെയായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ളൊരു കളികളുണ്ടായിരുന്നുവെന്ന് ശിവദാസൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പോലും. മോളെ, നീ എന്തെങ്കിലും ഒരു വാക്ക് പറയൂ കുട്ടി, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും നെഞ്ച് പൊട്ടി മരിക്കും. രേഖ അവളെ പിടിച്ചു കുലുക്കി. ഇനി ഞാൻ എന്ത് പറയാനാണ് ആൻറ്റി? നഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചത് എനിക്കല്ലേ. ഒടുവിൽ അവൾ ചുണ്ടനക്കി. മോളെ, ആ നഷ്ടത്തിന് പകരമായി യാതൊരു പ്രായച്ചിട്ടില്ലെന്നുള്ളത് അറിയാം. എന്നാലും ഒരിക്കൽ പോലും കരുതിയില്ല മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എൻ്റെ അച്ഛൻ വേറെ എന്ത് സഹിക്കുമെങ്കിൽ, പക്ഷെ മാനനഷ്ടം ഉണ്ടായപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അച്ഛന് വാക്കിന് വിലയില്ലാത്തവനായി. വലിയ ബിസിനസ്മാനായിട്ട് സ്വന്തം മകളെ പറഞ്ഞ് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാൻ പറ്റാതെ ആളുകളുടെ മുന്നിൽ വെറും ഒരു നാണം കെട്ടവനായി മാറി. വിവാഹ ദിവസം ഓഡിറ്റോറിയത്തിൽ പുറപ്പെടുന്ന നേരം വരെയും എൻ്റെ അച്ഛന് പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു. ഒരു 100 തവണയെങ്കിലും അച്ഛൻ വാതിൽക്കിലേക്ക് ഓടി വരും, അങ്കിള് വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അങ്കിള് ചതിക്കില്ലെന്ന് എൻ്റെ അച്ഛൻ അത്രമേൽ വിശ്വസിച്ചു. എന്നിട്ട് ഒടുവിൽ എൻ്റെ പാവ അച്ഛനും അമ്മയും കൂടി. പാറു തന്നെ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് വിങ്ങിക്കരഞ്ഞു. കാശിയാണ് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. പാർവതിയുടെ സ്വത്തോ പണോ ഒന്നും എനിക്ക് വേണ്ട, ഇയാളെ മാത്രം മതി. ഇയാളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് സ്ത്രീധനം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നും കരുതി ഇവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല കേട്ടോ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി ഇരുവരെയും നോക്കി പറഞ്ഞു. അവളപ്പോഴേക്കും അവൻ്റെ ദേഹത്തേക്ക് ചാരി നിന്നു. പാറു ക്ഷീണിതയാണെന്ന് അവന് തോന്നി. ഒരു തൂവലിൻ്റെ ഭാരം പോലും ഇല്ല എന്ന് അവൾക്ക്. പാർവതിയാകെ ടയേർഡാണ്, ഞാൻ ഇയാളെ റൂമിൽ കൊണ്ടേക്ക് എഴുതിയിട്ട് വരാം. ശിവദാസനെ നോക്കി കാശി പറഞ്ഞു. മോനെ, ഞങ്ങൾ ഇറങ്ങുക, 1 മിനിറ്റ്, ഇപ്പം വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എല്ലാ വീടുകളും അയാൾക്ക് പിന്നാലെയും. 4-5 വലിയ ബാഗുകളുമായിട്ട് എടുത്തുകൊണ്ട് അയാൾ സിറ്റൗട്ടിലേക്ക് മാറി മാറി വെച്ചു. രേഖ, ഒന്ന് വരൂ. അയാളുടെ ശബ്ദം കേട്ടതും ഭാര്യ വേഗം പുറത്തേക്ക് ചെന്നു. ഇതൊക്കെ കൂടി അകത്തേക്ക് വെക്കിട്ടോ. അയാൾ പറഞ്ഞതും രേഖ അതെല്ലാം കൊണ്ടുപോയി സ്വീകരണ മുറിയിൽ കിടന്ന് മേശയിൽ വെച്ചു.